ഹായ് ഓൾ. ഞാനിന്ന് കമ്മ്യൂണിറ്റിയിലെ നമ്മുടെ പുതിയതായിട്ടൊരു ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങുന്നതിനെക്കുറിച്ച് ചോദിച്ചായിരുന്നു. കുറച്ച് മണിക്കൂറുകളായിട്ടേ ഉള്ളൂ ചോദിച്ചിട്ട് കേട്ടോ. അപ്പം ഞാൻ കരുതി നമുക്ക് കൂടുതലായിട്ട് എന്താ പറയുക, ഫിസിക്സിൻ്റെ നമ്മൾ കൂടുതലായിട്ടും നെറ്റും ഗേറ്റും തന്നെയല്ലേ ഇടുന്നുള്ളൂ. അപ്പം നെറ്റിൻ്റെയും ഗേറ്റിൻ്റെയും കുറച്ച് നോട്ട്സ്, ഇപ്പം എൻ്റെ ഹാൻഡ് റിട്ടൺ നോട്ട്സൊക്കെ ഇപ്പം എൻ്റെ കയ്യിലുള്ളതൊക്കെ ഞാൻ വിചാരിച്ചു ഇൻസ്റ്റയിൽ ഒരു പേജ് ഉണ്ടാക്കുവാണെങ്കിൽ അതിൽ ഷെയർ ചെയ്യുവാണെങ്കിൽ വേണ്ടവർക്ക് അത് എടുക്കാമല്ലോ. അപ്പം നോട്ട്സ്, അതുപോലെ തന്നെ ഫോർമുല ടേബിൾസ് ഉണ്ടല്ലോ. ഇപ്പം ജനറൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെയും അതുപോലെ തന്നെ ഫിസിക്സിൻ്റെയും ഒരു സെക്ഷൻ പഠിച്ചതിന് ശേഷം വരുന്ന ഒരു ഫോർമുല സെക്ഷൻ കാണുമല്ലോ. ഇപ്പം ബോർ ആറ്റം മോഡലാണെങ്കിൽ അത് പഠിച്ചതിന് ശേഷം ഒരു പെർട്ടിക്കുലർ കുറച്ച് ഫോർമുലാസ് കാണും. ബോർ റേഡിയസ് എങ്ങനെ കാണാം, അങ്ങനെ കുറേ ഇക്വേഷൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ഫോർമുല ഷീറ്റ്, അതൊക്കെ കൂടുതലും ഞാൻ എൻ്റെ ഹാൻഡ് റിട്ടൺ തന്നെ ആയിരിക്കാനാണ് ചാൻസ് ഉള്ളത്. കാരണം എൻ്റെ കയ്യിലുള്ളതായിരിക്കും ഇടാൻ ചാൻസ് ഉള്ളത്. അപ്പം അതുപോലെ തന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഫോർമുലാസ് കൂടുതലായിട്ടും നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വിചാരിച്ചത്. ഇൻട്രാക്ഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ DM ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പം നിങ്ങളാണല്ലോ, എനിക്കാകെ കുറച്ച് കുട്ടികളേ ഉള്ളൂ നമ്മൾ. അപ്പോൾ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ട്, മോട്ടിവേഷൻ കുറവോ അല്ല എന്തെങ്കിലും വിഷമമുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഈ ടോപ്പിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ പേഴ്സണലി ഞാൻ മാത്രമേ കാണുകയുള്ളൂ. അപ്പം കമൻറ്റിൽ നിങ്ങൾക്ക് ഇന്ന ടോപ്പിക്ക് എടുക്കാവോ അങ്ങനെയൊക്കെ പറയാൻ മടിയുണ്ടെങ്കിൽ യു ഹാവ് ടു DM. ഓക്കെ. പിന്നെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് DM ചെയ്യാം കേട്ടോ. ഇതെടുക്കോ അതെടുക്കോ, അങ്ങനെയുള്ള ടോപ്പിക്സ് എന്തെങ്കിലും മനസ്സിലായില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ, പക്ഷേ നമ്മളൊക്കെ ഒത്തിരി ഡിസ്ട്രാക്റ്റായി പോകുന്നുണ്ട്. അപ്പം കഴിവതും നമുക്കിങ്ങനെ കുറച്ച് PhD അല്ലെങ്കിൽ നെറ്റ് ഗേറ്റ് എന്നൊക്കെ ഗോൾ ഉണ്ടെങ്കിൽ കൂടുതലും നമ്മുടെ സറൗണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലും ഫിസിക്സ് അല്ലെങ്കിൽ നെറ്റ് ഗേറ്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇൻസ്റ്റ ആണെങ്കിലും കുറച്ച് അങ്ങനത്തെ പേജസ്, ഇപ്പോൾ എൻ്റെ തന്നെ നല്ല ഞാൻ പറയണേ, വേറെ നെറ്റിൻ്റെയും ഗേറ്റിൻ്റെയും ഒക്കെ ഒരുപാട് ക്ലാസ്സസ് ഹിന്ദിയിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യുക. പിന്നെ ഫിസിക്സ് റിലേറ്റഡ് ആണെങ്കിൽ ആസ്ട്രോ ഇഷ്ടമുള്ളവരാണെങ്കിൽ നാസ, ഇസ്രോ പോലെയുള്ളതൊക്കെ ഇൻസ്റ്റഗ്രാം പേജസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഫോളോ ചെയ്ത് വെക്കുക. മെറ്റീരിയൽ സയൻസ് ആണെങ്കിൽ അതനുസരിച്ചുള്ളത് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ IITകളുടെ പേജുകളുണ്ട്. അതുപോലെ തന്നെ CSIR നെസ്റ്റ് ട്രിവാൻഡ്രത്തെ നമുക്ക് പ്രൊജക്റ്റ് അസോസിയേറ്റ് ആയിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പതിയെ നമുക്ക് PhDയിലൊക്കെ പോകാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് CSIR നെസ്റ്റ്. ആൻഡ് പ്രൊജക്റ്റ് അസോസിയേറ്റുകൾക്കൊക്കെ അവിടെ സ്റ്റൈഫൻഡും ഉള്ളതാണ്. അപ്പം CSIR നെസ്റ്റ് പോലെയുള്ള അവരുടെ നെസ്റ്റിൻ്റെ ചാനലുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ റിസർച്ച് താല്പര്യമുള്ളവർ റിസർച്ചേഴ്സിൻ്റെ ഒരുപാട് ഇപ്പം കുറേ റിസർച്ചേഴ്സ് ഉണ്ട്. ഇപ്പം മലയാളത്തിൽ തന്നെ കുറേ റിസർച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ഫോളോ ചെയ്യുക. ഫിസിക്സിൽ PhD ഉള്ളവരൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അപ്പം കൂടുതലും നിങ്ങളുടെ കണക്ഷൻ കൂടുതലും സോഷ്യൽ മീഡിയ കണക്ഷൻ ആണെങ്കിലും കൂടുതൽ ഫിസിക്സിൽ തന്നെ ആക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. കുറച്ച് നാളത്തേക്ക് നമുക്കൊരു എയിം നമുക്ക് കിട്ടുന്നത് വരെയെങ്കിലും. പിന്നെ എപ്പോഴും മനുഷ്യരാണ്, നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഒരു ദിവസം പഠിച്ചാൽ 2 ദിവസം ചിലപ്പം മോട്ടിവേഷൻ വരത്തില്ല. ദാറ്റ് ഈസ് നോർമലാണ്. പക്ഷെ അത് ആ ഡിസ്ട്രാക്ഷനിൽ നിന്നൊക്കെ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിലാണ് കാര്യം. ഞാൻ തന്നെ എൻ്റെ കാര്യം ഇങ്ങനെ ആലോചിച്ചപ്പം വിചാരിച്ചു നമ്മൾ ഡിസ്ട്രാക്റ്റ് ആവുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് സറൗണ്ടിങ്സ് നമ്മുടെ ആ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സബ്ജക്റ്റ് ബേസ്ഡ് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ട്, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ DM ചെയ്യുക കേട്ടോ. സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കുന്ന കാര്യത്തെക്കുറിച്ച്, കരിയറിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഐ എം നോട്ട് എ പെർഫെക്റ്റ് വൺ ഓർ എ സക്സസ്ഫുൾ വൺ എന്ന് ഞാൻ അങ്ങനെ പറയണില്ല. ബട്ട് മേ ബി എനിക്ക് ചിലപ്പം ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് മേഖലകളുണ്ട്. ഞാനത് തിരക്കിയിട്ട് തീർച്ചയായിട്ടും അതിന് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. സോ നമ്മളിപ്പം നമുക്ക് ചാനലിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. ചാനൽ ജൂൺ മേക്സ് ഫിസിക്സ് 26 എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത്. പോസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങളോടാണ് പറഞ്ഞത്.
അപ്പം മക്കൾക്ക് ആർക്കെങ്കിലും ഫോളോ ചെയ്യണമെങ്കിൽ ചെയ്യാം. നോട്ട്സ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പതിയെ പതിയെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഫോളോ ചെയ്യാണ്, ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പോവാം, അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. സോ യാ, അപ്പം ഇതാണിന്ന് പറയാനുള്ളത്. അപ്പം അത്രയേ ഉള്ളൂ, ഇത് മാത്രമാണ് പറയാനുള്ളത്. പിന്നെ ജസ്റ്റ് ഒന്ന് ഇന്ന് ഇൻട്രാക്ട് ചെയ്യാനായിട്ടാണ് വന്നത്. കാരണം ഞാൻ തന്നെ ഇപ്പം ഞാനായിട്ട് പോലും നമ്മൾ ഇങ്ങനെ ഫോൺ എടുക്കുമ്പം പല ഡിസ്ട്രാക്ഷൻസും നമുക്ക് വരും. അപ്പം നമ്മൾ തന്നെ കുറച്ച് ഡിസിപ്ലിൻഡായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. കൺസിസ്റ്റൻസി ഭയങ്കര ഒരു കാര്യമാണ്. എന്നും കൺസിസ്റ്റൻ്റായിട്ട് ഇരിക്കാൻ പറ്റില്ല, പക്ഷേ ഇരിക്കാൻ പറ്റുന്ന ദിവസങ്ങളിൽ കൺസിസ്റ്റൻ്റായിട്ട് പോകണം. ഒരു ടൈം ടേബിൾ നിങ്ങൾ ഫോളോ ചെയ്യണം. നമ്മുടെ ഫെബ്രുവരി ആവാറായി, ഗേറ്റ് ഫെബ്രുവരിയിലാണ് വരിക. ഗേറ്റല്ല, നെറ്റല്ല, ഫിസിക്സ് റിലേറ്റഡ് അല്ല, എന്തുമായിക്കോട്ടെ, എന്തിനു പോയാലും യു ഹാവ് ടു കൺസിസ്റ്റൻറ്റ് വിത്ത് ദാറ്റ് എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, റിസർച്ച് ആഗ്രഹിക്കുന്ന കുട്ടികളാണ് ഇവിടെ ഉള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും, അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും ബി കൺസിസ്റ്റൻറ്റ്. ഓക്കെ, സോ എനിക്ക് എന്തോ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഡിസ്ട്രാക്ഷനെ കുറിച്ചൊന്ന് പറയണം എന്ന് തോന്നി. സോ ദാറ്റ് നമുക്കൊരു ചാനലിലൂടെ തുടങ്ങിയാലോ എന്ന് വിചാരിച്ചു. സോ ദാറ്റ് നമുക്ക് അവിടെ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിലോ എന്തെങ്കിലും പറയാമല്ലോ. ദാറ്റ്സ് വൈ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.